300 kg. 300 kg. Yeah. Oh. നമുക്ക് തോള കമ്മി. കുറവാണ്. ഷിബിന്നാ ഇന്നാ ഇതിലേറെ കളർ മാറൂല്ലേ, ബ്ലാക്ക് കളറിൽ വരുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ സ്ലൈസും വെള്ളത്തിലിടാൻ തുടങ്ങി കേട്ടോ. ഇതാണ് സാധനം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഹാർബറിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ട്യൂണ ഫിഷ് പിടിച്ചുകൊണ്ട് ആളുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി ഫിഷ് അവർക്ക് കിട്ടുന്ന ദിവസം അവർ ഇവിടുത്തെ ട്രഡീഷണൽ ഡിഷുകളൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ റിഹാക്കുരു എന്ന് പറഞ്ഞൊരു ഡിഷ് ഉണ്ട്, ഇവിടുത്തെ ട്രഡീഷണൽ ഡിഷാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ് പോലെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ ഈ ട്യൂണ എന്ന് പറഞ്ഞ മീൻ വെള്ളത്തിൽ മണിക്കൂറുകളോളം വേവിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സത്ത് എന്ന് പറയാം, അതവർ ചപ്പാത്തിയിൽ ചോറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ട്യൂണ അവർ സ്മോക്ക് ചെയ്തിട്ട് കുറേ കാലമൊക്കെ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഹാർബറിൽ പോയി നോക്കാം എത്ര മീനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, അവിടുത്തെ കാഴ്ചകളൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫിഷിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ബോട്ട്. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ ട്യൂണാണ്, വലുതും ചെറുതും പല സൈസിൽ ട്യൂണ കിടക്കുന്നുണ്ട്. ട്യൂണ തൂക്കി കൊടുക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. ഹായ് ഗോവ. യാ ഗുഡ്. ഷിബി, ഇത് ഹോറാപുഷിത്തെ ബോട്ടാ. അവര് മീന് പിടിച്ചു വന്ന് ഇവിടെ സെല്ല് ചെയ്യാൻ തോന്നുന്നുണ്ട് എനിക്ക്. 1 kg how much they are? There is different size, no? Yeah. They are giving different rate. Different rate depending upon the size, right? ഇവിടെ ട്യൂണ കട്ട് ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഒക്കെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന ഈ മീനുകളെല്ലാം. അങ്ങനെ അത്രയും ട്യൂണ കൂട്ടിയിട്ടിട്ട് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ട്യൂണ ഉണ്ടല്ലേ. ഹിബി, ഇവിടെ എന്തോരം മീനുകളൊക്കെ ഇപ്പോ. 1 kg. Yeah, this old fish how much? 150 though? Yes. Yeah, okay. ഇത് ചൂണ്ട യൂസ് ചെയ്തിട്ട് ഇവിടെ നെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. 2-3 ദിവസമൊക്കെ എടുക്കും ചിലപ്പോ തിരിച്ചു വരാനായിട്ട്. നെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല ഇവിടെ എന്തായാലും. നെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. കൊറേ ടൈം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടില് ഇങ്ങനെ അവർക്കൊരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് അവർ ട്രഡീഷണൽ ഡിഷും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 വലിയ ഇതിൽ ചെമ്പ് പോലത്തെ ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അടുപ്പ്. പിന്നെ അത് ഇളക്കാനും വേണ്ടിയിട്ടുള്ള കുറേ ടൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറേ പ്രാവശ്യം അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു പുകയും കാര്യമൊക്കെയാണ് ഈ കാണുന്നത്. അവരത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ഫാസ്റ്റായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നത് നോക്ക്. ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ നല്ല ഫ്ലഷ് എല്ലാം അവർ ഈ ഒരു പാത്രത്തിൽ ഇട്ടുന്നുണ്ട്. പിന്നെ മുള്ള അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വയറിൻ്റെ പീസാണ്.
ഷിബി ഈ നിക്കണേരം അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കാം. എടീ മുള്ളു കണ്ടോ? ഇതാണ് അന്ന് ഫ്രൈ ചെയ്ത് തന്നത്, ഓർക്കുന്നുണ്ടോ? ആ ടേക്കിംഗ് ആ ഓക്കെ. അപ്പൊ ഈ സൈഡിലും ഇവിടെ ആയിട്ടാണ് കേട്ടോ അവര് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രോ, ടോട്ടൽ ഹൗ മെനി kg tuna going to prepare this dish? Around 300 kg. 300 kg? Oh. भाई ये बना फिल्म ना. അവിടെ എല്ലാ പാത്രങ്ങളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് വെള്ള ആൾക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് ഇത്രയും മുള്ളായിട്ടോ. ഇവരത് ഇവിടെ അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇതാ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ സ്ലൈസും വെള്ളത്തിലിടാൻ തുടങ്ങി കേട്ടോ. ഇതിലിട്ട് പുഴുങ്ങിയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്നത്. ഇതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് അടുപ്പിലായിട്ട് ഈ 300 കിലോ ട്യൂണ അവർ ഇതുപോലെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കും. ഇത് കണ്ടോ? അപ്പോൾ അതിൽ കുറച്ച് ഫ്ലഷ് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇതിലുണ്ട് അതുപോലെ. റിഹാക്കുറു എന്ന് പറയുന്ന ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളത്തിൽ ഈ മുള്ള്, തല, ഈ ട്യൂണ മീനിൻ്റെ ഒരു സാധനങ്ങളും അവർ ഒഴിവാക്കുന്നില്ല. അതെല്ലാം അതിലിട്ടിട്ട് ആ വെള്ളത്തിൽ നിന്നൊരു സത്ത് എടുക്കും. ആ സത്ത് കുറുക്കിയിട്ടാണ് ഈ റിഹാക്കുറു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം ഇവിടെ നിന്നപ്പോഴേക്കുണ്ടല്ലോ എന്താ ചൂട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത്. ഒരു ഏകദേശം നാളെ വരെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നീണ്ടു നിൽക്കുന്നത്. ഇത്രയും ടൈം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അല്ലേ, ഈ രണ്ട് ഇതിൽ വെച്ചിട്ടുള്ളത് ഉപ്പ് വെള്ളമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഈ ട്യൂണ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നേരെ ഈ ഉപ്പ് വെള്ളത്തിലിടും. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം അത് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കും. അപ്പോൾ തൊട്ട് ഈ ഒരു വണ്ടിയിൽ അവർ ഹാർബറിൽ നിന്ന് ഫിഷ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് വേണം ഫുള്ള് പ്രോസസ്സ് തീർക്കാനായിട്ട്. എന്നിട്ടോ ഈ കുക്കായ ഓരോ പീസ് എടുത്തിട്ട് അവർ ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുക്കായതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ഇതാ ക്ലീനിങ് ഇതാ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുക്കിങ്ങും. ഇതുണ്ട് കുക്ക് ചെയ്ത ട്യൂണൻ്റെ പീസ് ഉണ്ടല്ലോ, ഏകദേശം ഈ ഉപ്പ് വെള്ളത്തിൽ അതൊരു 1 ഹവറോളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് സ്മോക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ ഇതാ നിരത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏകദേശം 300 കിലോ ട്യൂണാണ് ഇതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്തായാലും ഫൈനൽ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, അവർ മുള്ളി വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ഫ്ലഷ് എല്ലാം ഒരു സ്പൂൺ വെച്ച് കണ്ട് എടുത്തുകൊണ്ടിരിക്കുക. ഇത്രയും ഫ്ലഷ് അവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ആ റിഹാക്കുരുവിൻ്റെ കൂടെ ചേർക്കുന്ന പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്താ ജസ്റ്റ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കാരണം 300 കിലോ പ്രോസസ്സ് ചെയ്ത് കഴിയുന്നവരെ അവിടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ കൊണ്ട് സഹിക്കൂല. പിന്നെ അവരെന്നെ കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കാനെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് ഫുഡ് കഴിച്ച് വരാമെന്ന് കരുതി. നമ്മൾ ഏകദേശം ഫുഡ് കഴിക്കാൻ പോയിട്ട് 2-3 മണിക്കൂറായി. അപ്പോൾ അത്ര ടൈം കൊണ്ട് അവർ ചെയ്ത് വെച്ചതാണ് ഇത് കേട്ടോ. കുക്ക് ചെയ്തിട്ട് സോൾട്ട് വാട്ടറിലിട്ട് നേരെ ഇവിടെ വെച്ചു. നമ്മൾ പോയ ടൈമിൽ കുറച്ച് പീസുകൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ ഇത്രയും ഫില്ലായിട്ടുണ്ട്. പൊന്തി കിടക്കുന്നത് അതതിൻ്റെ അവർ ട്യൂണ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതിൻ്റെ വയറിൻ്റെ ഭാഗം, പിന്നെ ആ മുട്ടല്ലതിന് എന്താ പറയുക, പനഞ്ഞോ, ആ സാധനം അതൊക്കെ അതിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളർ ഒരുവിധം ഇപ്പം തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇത്
എല്ലാം കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ സ്മോക്കിങ് തുടങ്ങും. ഇതില് ശർക്കര എടി ശർക്കരന്റെ അല്ലത്, ആ മീനുണ്ടല്ലോ ജസ്റ്റ് വാഷ് ചെയ്യുന്നുള്ള, അല്ലാതെ അതിന്റെ ബ്ലഡ് ഒന്നും കളയാതെയാണ് ഇതില് ഇടുന്നത്. അപ്പൊ ബ്ലഡിന്റെ കളറാണ് വരുന്നത്. നല്ല തിളക്കുന്നുണ്ട്. ആ ശർക്കര ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇടും, എന്നിട്ട് പായസമായിട്ട് എനിക്ക് തരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 3 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇപ്പൊ ഏകദേശം ടൈം 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മള് വീട്ടിലൊക്കെ പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം രാവിലെ 12 മണി മുതൽ നമ്മൾ ഈവനിങ് വരെ നിന്നപ്പോക്കിന് ഡ്രസ്സിലെല്ലാം ഈ ഫിഷിന്റെ സ്മെല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയുള്ള ഈ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ നമ്മളെ ട്യൂണന്റെ ആ ഒരു സ്മോക്ക് ഫിഷിന്റെ എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതും കൂടെ ഉള്ളൂ. ഇതിപ്പോ സോൾട്ട് വാട്ടറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതും കൂടെ ഉള്ളൂ ഇനി ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ടുള്ളത്. ഇനി ഈ 2 ചെമ്പിൽ എന്താണ് തിളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളാ ക്ലീൻ ചെയ്ത ട്യൂണന്റെ മുള്ള്, അതേപോലെ അതിന്റെ തല, പിന്നെ തൊലി, എന്താണോ ഒരു ട്യൂണ മീനില്ല അതെല്ലാം ഈ കിടന്നിട്ട് തിളക്കുന്നുണ്ട്. ഇവിടെ മുതലാണ് റിഹാക്കുറു എന്ന് പറഞ്ഞ ഒരു ഡിഷിന്റെ ശരിക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ആവുന്നത്. സ്മോക്ക് ഫിഷ് ഓൾറെഡി ഇപ്പൊ തീർന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഇത് ഒരു ഓവർനൈറ്റ് ഫുള്ള് ഇത് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്ന് ആ എല്ലും അതിന്റെ തലയും എല്ലാം ആ ഒരു തിളക്കുന്ന വെള്ളത്തേക്ക് അലിഞ്ഞു ചേർന്നിട്ട് ആ ചണ്ടി അവരത് മാറ്റി വെച്ചിട്ട് ആ വെള്ളം കുറുക്കിയിട്ടാണ് ആ റിഹാക്കുറു എന്ന് പറയുന്ന ഒരു ജാമ കണക്കുള്ള ഒരു ഡിഷ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 പ്രാവശ്യം കൂടെ ഇതുപോലെ അവർക്ക് ചെയ്യാനുണ്ടായിരിക്കും. കാരണം പുറത്ത് കുറച്ചും കൂടെ ഇതിൻ്റെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് വന്നു നോക്കാം എന്താണ് ഇതിന്റെ ശരിയായ അവസ്ഥ. ഇതാട്ടോ ഈ ഒരു സാധനമാണ് ഇപ്പൊ ഈ അടുപ്പത്ത് കിടന്ന് തിളക്കുന്നത്. അതിന്റെ ഹെഡും തൊലിയും മുള്ള് എല്ലാം ഉണ്ട്. പുതിയത് ഉണ്ടാക്കിയാ തോന്നുന്നുണ്ട് അല്ലേ? കരിയൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പേ നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവരിത് ആ ഒരു അതിന്റെ അത് ഫിൽറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഏകദേശം 5 മണി 6 മണിയാവും മോർണിംഗ്. അതുവരെ ഈ സാധനങ്ങളെല്ലാം അതിൽ കിടന്ന് തിളച്ചാലേ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അതിന്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പൊ അത്രയും ടൈം അതിന്റെ ഉള്ളിൽ ആളുണ്ടാവോ? അത്രയും ടൈം അതിന്റെ ഉള്ളിൽ ആളുണ്ടാവും. അവര് മാറിയിട്ട് ആള് നിൽക്കും. അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്ത എല്ലാ പണിയും വെറുതെ ആവും പറഞ്ഞത്. അപ്പൊ നമുക്ക് രാവിലെ വന്നിട്ട് അതിന്റെ ഫിൽറ്റർ ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നോക്കി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ് അവർ ഒരു ഓവർനൈറ്റ് കൊണ്ട് എന്താണ് അവരുടെ പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുള്ളതെന്നും എന്തായിട്ടുണ്ട് എന്നുള്ളത് പോയി നോക്കാം. ഇവിടെ എന്തോ കിടന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. ആദ്യം അകത്ത് പോയി നോക്കാം. അപ്പോൾ അകത്ത് വന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മുകളിലിട്ട ട്യൂണ ഇതൊരു വേറെ കളറിലായിരുന്നല്ലോ ഇന്നലെ. ഇതെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട്. കളറെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ നമ്മൾ കണ്ട ഹെഡും സ്കിന്നും മീനിൻ്റെ എല്ലാ പാർട്സും കൂടെ ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം 24 മണിക്കൂർ ആവാനായി പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തിളക്കുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് ഈ വെള്ളം അവർ നേരെ മുക്കിയെടുത്തുകൊണ്ട് ഇവിടെ ഉള്ള ഈ ഒരു ചെമ്പിൽ കൊണ്ടുവന്ന് ഒഴിക്കും. ഈ വെള്ളത്തിനെ കുറുക്കിയിട്ടാണ് ആ ഒരു ഡിഷ് അവർ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഇപ്പോൾ പുറത്ത് അവരൊരു അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തൊടുമ്പോൾ കുറച്ച് അകത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? നന്നായിട്ട് ഹാർഡാവും അല്ലേ? ഇതിലേറെ കളറും മാറൂല്ലേ? ബ്ലാക്ക് കളറിൽ വരില്ലേ സാർ? अच्छा फिर करके बाद में ये निकालते हैं. निकाल करके अच्छा सफाई करेगा. अच्छा करके बाद में अब दूसरा में डाल के वो रियाकुट बना दिया. अच्छा वो टेस्टिंग करने का कर आज नहीं कुछ ना वो करेला आदमी बहुत खाते हैं अभी. ആ വെള്ളം വെച്ചിട്ട് അല്ലേ? ഇയാൾ കുറേ കാലമായിട്ടുണ്ടാവില്ലേ അത് ചെയ്യാൻ തുടങ്ങിയിട്ട്? അതായിട്ടുണ്ടോ? എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ തരുമോ ചോദിച്ചു. ഗുഡ് നോ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്താ പരിപാടി. നമക്ക് തോള കാമേ ഉപ്പ് കുറവാണ്. वो इधर इधर रह के लगाऊंगा.
इधर रह के निकालना अच्छा होगा। हाँ, आप इधर हाथ इधर ഈ डाल। സാധനം കഴിക്കുന്നുട്ടോ, പക്ഷെ അതിലൊരു ഭയങ്കര ഡ്രൈ ആണ് സാധനം. ഉപ്പും മസാലയൊന്നുമില്ല. ഇതല്ല ഇതിന്റെ കറക്റ്റ് ഫോം. കുറച്ചും കൂടെ ഒക്കെ ഡ്രൈ ആവാണ്ട് ഇനി ദിവസങ്ങൾ എടുത്തിട്ട് അത് ആ ഒരു പരുവ് എത്തുള്ളൂ എന്ന് പറയുന്നത്. ये मच्छी है ना, ये मच्छी का थोड़ा नारियल है ना, करके काटा तो बहुत टेस्ट है। നാരിയൽ के साथ खाना है. वो नारियल का साथ ये खाना है। തേങ്ങന്റെ കൂടെ നാളികേരത്തിന്റെ കൂടെ കഴിച്ചാൽ നല്ല കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടോ. അപ്പൊ വെന്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. To know why they are keeping this waste here. Because otherwise it's very oily. Oily. Taste is not good. This one, this is the oily part. This impurities we call. Otherwise it is cloudy and taste is not good. Oily also. No? Yeah, oily also. Always they remove these parts. Oh. It will come outside surface of this. നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ജസ്റ്റ് വന്ന് നോക്കിയതാണ് കേട്ടോ, എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാ തിളച്ചോണ്ടിരുന്ന ആ എല്ല് അതുപോലെ മുള്ള അതിന്റെ ആ ഒരു ചണ്ടിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ആണെങ്കിലും ഇതാ അതിന്റെ മുകളിൽ കിടക്കുന്നത് ആ ചണ്ടിയാണ്. ഈ വെള്ളം അവർ ഈ പാത്രം വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ആ മുള്ളിന്റെ ഇടയിൽ നിന്ന് സ്പൂൺ വെച്ചിട്ട് അവർ കുറച്ച് മീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഈ ബോൾസ് ആണ് ഇത് ഇവിടെ വെച്ചിട്ടുള്ളത്. സ്റ്റിൽ ബോയിലിംഗ് ആണ് കേട്ടോ. അപ്പൊ ഈവനിങ് ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. അവർ പുറത്തിട്ടാക്കിയിരുന്ന കിച്ചണെല്ലാം അവിടുത്തെ എല്ലാം നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്ന് കിട്ടിയതാണ് ഈ 2 പ്ലേറ്റ് കേട്ടോ. ഇതിലുണ്ട് കുറച്ച്. അപ്പോൾ ഇനി ഈ ഒരു കാണുന്ന ഈ ഒരു സൊല്യൂഷനും കൂടെ ഉള്ളൂ. ഇത് കുറച്ച് എപ്പോഴാവാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ആ തിക്ക് രൂപത്തിലാവാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. എന്തായാലും പുറത്തുള്ളതെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫൈനൽ പ്രൊഡക്റ്റ് എന്തായാലും കണ്ടിട്ടേ പോകണുള്ളൂ, കാരണം 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അല്ലേ, എന്തോ ലിറ്റർ ഉണ്ടായിരുന്നില്ലേ അത്? മുഴുവൻ പറ്റി പറ്റി ഈ ലെവലായിട്ടുണ്ട്. അപ്പൊ തന്നെ തിക്കായല്ലോ. ഇല്ല അല്ലേ, എനിക്കൊന്നും ഇതൊരു 1 hour കൂടെ ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് പിന്നെ ചൂടാറാൻ വെക്കുന്നു. എന്നിട്ട് അവര് കുപ്പിയിൽ ഇതാക്കുന്നു. ഇപ്പൊ ടൈം ഒരു 12-12:30 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് 2 ദിവസത്തെ വെയിറ്റിങ്ങിന് ശേഷം ഈ സാധനം റെഡി ആയിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ടുണ്ട്. ഇത് കുറെ സൊല്യൂഷൻ ഉണ്ടായിരുന്നു, അതെല്ലാം കുറുക്കിയിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോ ഇനി ഇതുവരെ ഈ തീയെല്ലാം അടച്ച് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് അത് ശരിക്കും ആ ഒരു ജാമ് രൂപത്തിൽ വരുന്നത്. ഇന്നലെ രാവിലെ തുടങ്ങിയ ഈ ഒരു പ്രോസസ്സ് ഇപ്പോഴാണ് അത് തീരുന്നത് കേട്ടോ. 2 ദിവസത്തെ പരിപാടി. എന്തായാലും നമുക്ക് ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണാൻ പറ്റി. സ്മോക്ഡ് ട്യൂണിങ് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഈ റിഹാക്കുറു എന്ന് പറയുന്ന ആ ഒരു ജാമ് പോലത്തെ ഇവരുടെ ഡിഷും കാണാൻ പറ്റി. എന്തായാലും അത് തണുത്ത് ആറണം, എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മോർണിംഗ് പോയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും, ഫ്ലേവർ എല്ലാം അറിയണം. ഇതാണ് സാധനം കേട്ടോ. തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. ഇത്രയും തിക്നെസ് ഉണ്ട് ഇതിന്, നല്ല തിക്കായിട്ടുണ്ട്. ഷിബി ട്രൈ ചെയ്യുന്നോ? ഇല്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ 5 വർഷമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കിയില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ കേട്ടോ. എന്താ നോക്കി കേട്ടോ. ഉപ്പും പിന്നെ കറക്റ്റ് ആ മീനിന്റെ ഫ്ലേവർ, മീനിന്റെ സ്മെല്ലൊക്കെ കയറി ഇടുന്നുണ്ട് കഴിക്കുമ്പോൾ. അവര് ഈ ചോറിന്റെ കൂടെ പിന്നെ ചപ്പാത്തിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ. ഞാൻ അവിടെ സോസേജ് ഇരിക്കുന്നുണ്ട്, അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. മീനിന്റെ ഒരു ഫ്ലേവർ പക്കായിട്ട് വരുന്നുണ്ട്. ഷിബി എന്നാ എടി നല്ലതാടി. അപ്പോ നമ്മള് 2 ദിവസം വെയിറ്റ് ചെയ്ത് അതിന്റെ ഫുൾ പ്രോസസ്സും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റും കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.